അല്ലെന്നാണോ പറയുന്നത്? അല്ല, ദൈവത്തിന് ഇഷ്ടം ദൈവപുത്രന്മാരുടെ വെളിപ്പാടാണ്, ദൈവപുത്രന്മാരുടെ റെവലേഷനാണ്. സഹോദരങ്ങളെ, ഈ മിനിസ്ട്രി നടക്കുന്നത് ലോകത്തിലല്ല, ഈ മിനിസ്ട്രി നടക്കേണ്ടത് നമ്മളുടെ ഉള്ളിലാണ്, നമ്മളുടെ അകത്തായി മിനിസ്ട്രി നടക്കേണ്ടേ. നമ്മളെല്ലാം പുറത്തെ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി പലരും നല്ലവരാ, അത് ചെയ്യണം, ആവശ്യമാണ്. പക്ഷെ പുറത്തെ മിനിസ്ട്രി ചെയ്യുന്നതോടൊപ്പം അതിനേക്കാൾ ഉപരി അകത്തെ മിനിസ്ട്രി നമ്മുടെ ഉള്ളിൽ നടക്കണം. നമ്മുടെ ഉള്ളിൽ അകത്തെ മനുഷ്യന്റെ മിനിസ്ട്രി നടക്കണം. ആമേൻ, ഹല്ലേലൂയ. ഈ അകത്തെ മനുഷ്യന്റെ മിനിസ്ട്രി ദൈവം നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരാളും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? പുറത്തെ മിനിസ്ട്രി എല്ലാവരും കാണും. ഞാൻ ഇത്ര പേരെ സ്നേഹപ്പെടുത്തി, ഇത്ര പേരെ ചേർത്തു, ഞാൻ മൈസൂരിൽ പോയി, ഞാൻ ഇന്നോടത്ത് പോയി. ഓക്കെ, ഗുഡ്, വളരെ നല്ല കാര്യം. ആമേൻ. അത് ദാസത്വ വേല. മറ്റുള്ളവരെയും കൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള നാം ഓടി ചെല്ലുകയാ, ശരീരം ഉപയോഗിച്ച്, പുറത്തെ മനുഷ്യനെ ഉപയോഗിച്ച്. എന്നാൽ അകത്തെ മനുഷ്യൻ ഒരു മിനിസ്ട്രി നടക്കണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുക എങ്ങനെ സെപ്പറേഷൻ എന്ന്? സഹോദരങ്ങളെ, മത്തായിയുടെ 18-ാം അധ്യായത്തിൽ പന്തിരുവർ സുവിശേഷം അറിയിച്ച് നടക്കുകയാണ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ച് നടക്കുകയാണ്. പക്ഷെ സുവിശേഷം അറിയിച്ച് നടക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു തർക്കം, ഞങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ? വലിയവൻ ആരാണെന്നൊരു തർക്കം. ഇങ്ങനെ ഇരിക്കുമ്പോ കർത്താവ് ഓൾറെഡി അവർ സുവിശേഷം അറിയിച്ച് നടക്കുന്നവരാ, അവര് കൃപാവരങ്ങൾ അവര് യേശു ക്രിസ്തുവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവര് അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നവരാ. അപ്പൊ ശുശ്രൂഷ നടക്കുന്ന നമ്മുടെ ചിന്തയിൽ ആത്മീയരാ. പക്ഷേ ഈ പ്രസംഗിച്ച് നടക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്ന രംഗമുണ്ട്. നിങ്ങൾ പ്രസംഗിച്ച് നടക്കുന്ന നിങ്ങൾ, രോഗികളെ സൗഖ്യമാക്കുന്ന നിങ്ങൾ, ഞാൻ പാരഫ്രേസ് ചെയ്യുക, വിശദീകരിക്കുക, നിങ്ങൾ തിരിഞ്ഞ്, യേശുവെ ഞങ്ങൾ ഇനി എവിടെ തിരിയണ്ട? അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ തിരിവ് നിങ്ങളുടെ അകത്താ. മെയിൻ മിനിസ്ട്രി നിങ്ങളുടെ അകത്ത് നടക്കണ്ടേ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ പുറത്തെ മിനിസ്ട്രിയാ. ഈ മിനിസ്ട്രി നടക്കണം നിങ്ങളുടെ അകത്താ. നിങ്ങൾ തിരിഞ്ഞ്, അവനവന്റെ ചോയ്സാ, തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരുന്നില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ലെന്നല്ല പറഞ്ഞേ, സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ വിശ്വാസം. ഏറ്റവും വലിയവനാവെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടക്കി വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ചേ, യേശു സത്യം ചെയ്ത് പറയുക, സത്യം ചെയ്ത് ആരോട് പറഞ്ഞ? ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദരങ്ങളെ, അപ്പോ നമ്മൾ മറന്നു പോകരുത്. പുറത്തെ മിനിസ്ട്രി എത്രത്തോളം ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്ന അത്രത്തോളം ചെയ്യേ. പക്ഷെ മറന്നു പോകല്ലേ സ്വന്തം കാര്യം മറന്നു പോകല്ലേ, അവനവന്റെ കാര്യം മറന്നു പോകല്ലേ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവപുത്രന്മാരായി വെളിപ്പെടാനാണ്. അതകത്ത് നടക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ പോയി അറിയിക്കേ. അത് പുറത്തെ മനുഷ്യനിലൂടെ. മനസ്സിലായോ? ഗ്ലോറിയ. അത് സിംഗിൾ സൈഡാക്കി നമ്മളെ മാറ്റുവാൻ പിശാച് പണ്ടേ വില്ലനാണ്. എന്നാൽ നമുക്ക് ഡ്യുവൽ ട്രാക്ക് ഉള്ളവരാകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയരെ, ഈ ധൂർത്തപുത്രന്റെ കഥയിലൂടെ നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും പെട്ടെന്ന് മനസ്സിലാകും. പഴയ നിയമം ഈ ബോളിന്റെ യാത്രയിലെ കാര്യങ്ങൾ, പുതിയ നിയമം ഈ ബോള് ചുമരെ തട്ടി മടങ്ങി വരുന്ന ആ യാത്രയിലെ കാര്യങ്ങൾ. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്രയുടെ നിയമം വേറെ, മടക്കയാത്രയുടെ നിയമം വേറെ. ഇത് രണ്ടും കൂട്ടിക്കുഴച്ചാൽ നിങ്ങൾ പ്രശ്നമായി. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച പ്രശ്നമായി. ഇതാണ് വലിയൊരു പ്രശ്നം ഇപ്പോൾ കിടക്കുന്നത്. യാത്രാ നിയമം വേറെ. എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ഇതുവരെയും തിരുവനന്തപുരത്ത് പോയിട്ടില്ല. നിങ്ങൾ സൈഡിൽ കാണുന്ന മയിൽക്കുറ്റികളെ നോക്കി പോവുകയാണ്. മയിൽക്കുറ്റികൾ. തിരുവനന്തപുരം 180 കിലോമീറ്റർ. നിങ്ങൾ യാത്ര തുടങ്ങി, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കുറച്ചുകൂടി പോയി തിരുവനന്തപുരം 150 കിലോമീറ്റർ, കുറച്ചുകൂടി പോയി തിരുവനന്തപുരം 125 കിലോമീറ്റർ, തിരുവനന്തപുരം 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ. സന്തോഷമായി നിങ്ങൾക്ക്? 70 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 8 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 2 കിലോമീറ്റർ. നിങ്ങൾ മോഹൻ സാധിച്ചു. 1 കിലോമീറ്റർ
തിരുവനന്തപുരമായി. സന്തോഷമായി. തിരുവനന്തപുരത്തെത്തി. ഇനി തിരുവനന്തപുരത്തെ പരിപാടി കഴിഞ്ഞു, നിങ്ങൾ എറണാകുളത്തേക്ക് മടങ്ങി പോകണം. നിങ്ങൾ ചിന്തിക്കുക, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ അതേ മൈൽക്കുറ്റി ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരാൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ആയുഷ്കാലം എത്തത്തില്ല. ശരിയാണോ? അതിനുവേണ്ടി ബുദ്ധിയുള്ള ഗവൺമെന്റ് വേറൊരു സെറ്റ് മൈൽക്കുറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അമ്മേ, വേറൊരു സെറ്റ് മൈൽക്കുറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക്. അമ്മേ, ഹല്ലേലൂയ. ഇതേപോലെ തന്നെ ദൈവരാജ്യത്ത് അന്യപ്പെട്ട ലോകത്തിലേക്ക് ഇറക്കപ്പെട്ട, ജയിലിലടക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് എഴുതപ്പെട്ട പുസ്തകമാണ് പഴയ നിയമ പുസ്തകം. അത് മനുഷ്യൻ ഈ ലോകത്തിൽ ജയിലിലടക്കപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണമെന്ന് അതിലുണ്ട്. മനസ്സിലായോ? അമ്മേ, എന്നാൽ ഇതാ ബുദ്ധിയുള്ള ഗവൺമെന്റ് ആ ഒരു സെറ്റ് കുറ്റികൾ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് വേറൊരു പുതിയ സെറ്റ് സ്ഥാപിച്ചതുപോലെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി എങ്ങനെ ദൈവരാജ്യത്തിലേക്ക്, പിതാവിലേക്ക് മടങ്ങി വരണം എന്നുള്ളത് ഇതാ ബുദ്ധിയുള്ള സ്വർഗീയ ഗവൺമെന്റ് ഇറക്കിവിട്ട പുസ്തകമാണ് പുതിയ നിയമം. മനസ്സിലായോ നിങ്ങൾക്ക്? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യാത്രയുടെ ഡയറക്ഷൻ വേറെ, മടക്കേണ്ട ഡയറക്ഷൻ വേറെ. രണ്ടും 180 ഡിഗ്രി ഓപ്പോസിറ്റാ. മനസ്സിലായോ നിങ്ങൾക്ക്? 180 ഡിഗ്രി ഓപ്പോസിറ്റ്. ഒരു യൂട്ടേൺ ഒരു വണ്ടി എടുത്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ഓപ്പോസിറ്റാ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യാത്രയുടെ നിയമങ്ങൾ നിങ്ങൾ എടുത്ത് മടക്കയാത്രയിൽ അപ്ലൈ ചെയ്താൽ കാര്യം നടക്കത്തില്ല. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നിങ്ങൾ കൊണ്ട് പഴയ തുരുത്തിയിൽ വച്ചാൽ ഇതാ ആ തുരുത്തി പൊട്ടിപ്പോകും, വീഞ്ഞ് ഒഴുകിയും പോകും. മനസ്സിലായോ? ഇതുവരെ നടക്കണതൊക്കെ അത് തന്നെയാണ്. തുരുത്തി പൊട്ടുന്നു, വീഞ്ഞ് ഒഴുകുന്നു, തുരുത്തി പൊട്ടുന്നു, വീഞ്ഞ് ഒഴുകുന്നു, തുരുത്തി പൊട്ടുന്നു, വീഞ്ഞ് ഒഴുകുന്നു. കാരണം ജനത്തിന് മനസ്സിലായില്ല, കിങ്ഡം മറക്കപ്പെട്ടിരിക്കുക അഭിഷേകിനാൽ. അവർക്ക് മനസ്സിലായില്ല. ദൈവപുത്രന്മാരുടെ നിർമ്മാണം വളരെ 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 ഏതെങ്കിലും വ്യക്തികൾ നടക്കുന്നെങ്കിലേ ഉള്ളൂ ഇത് മനസ്സിലായ വ്യക്തികളിൽ. അല്ലാത്തവർ ഇത് അഡ്വാൻസ് ചെയ്യുന്നില്ല. അവർ ഉറങ്ങുക മരിച്ചവരുടെ കൂട്ടത്തിൽ കിടന്ന്. ദൈവപുത്രന്മാരുടെ നിർമ്മാണം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാൻ. ഈ ദൈവപുത്രന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുതിയ നിയമത്തിൽ ദൈവപുത്രന്മാരായിട്ട് നമ്മൾ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവപുത്രന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 John 3:9 പറയുന്നുണ്ട്. യേശുവിന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രന്മാർക്ക് പാപം ചെയ്യാൻ കഴിവില്ല. ദൈവം എന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അവൻ പാപം ചെയ്യാത്തത് അവന് കഴിവില്ലാത്തത് കൊണ്ടാണ്. പാപം ചെയ്യാൻ കഴിവില്ല. ദൈവത്തിന്റെ വിത്ത് അവൻ്റെ അകത്തുകൊണ്ട് അവർ പാപം ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോട്ടോ. യേശുവിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സാമ്പിൾ പ്രൊഡക്റ്റിനൊക്കെ കാണിക്കത്തില്ല. ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സാമ്പിളൊക്കെ കാണിച്ചു, ഇതാണ് മക്കളെ സാമ്പിള്, ഇതാണ് അതിന് പ്രൊഡക്റ്റ്. ഒരു സാമ്പിളിനെ കണ്ടോ? പാപങ്ങളെ നീക്കുവാൻ 1 John 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. കാരണം അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. പാപം ചെയ്യുവാൻ കഴിയുകയില്ല. He cannot sin. ദൈവം ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഇതാ യേശുവിന്റെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റും നമ്മളുമായിട്ട് അവനവൻ കമ്പയർ ചെയ്തേ. ദൈവം ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഇനി അവനവനിലേക്ക് അത് പ്രസംഗിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവനവനിലേക്ക് നോക്കുമ്പോ ദൈവത്തിന്റെ പ്രൊഡക്റ്റ് അവിടെ കിടക്കുന്നു, ഇതവിടെ കിടക്കുന്നു. എനിക്ക് നന്നായിട്ട് പാപം ചെയ്യാൻ കഴിയുന്നുണ്ട്. കർത്താവ് പറയുന്നു ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പ്രൊഡക്റ്റ് വിരിയേണ്ട പ്രൊഡക്റ്റ് വിരിഞ്ഞിട്ടില്ല. കാരണം എന്താ? പുതിയ വീഞ്ഞെടുത്ത് പഴയ തുരുത്തിയിലിട്ടുകൊണ്ടിരിക്കുക. തുരുത്തി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് വീഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും. തുരുത്തി പൊട്ടുന്ന വീഞ്ഞ് ഒഴുകുന്നു, തുരുത്തി പൊട്ടുന്ന വീഞ്ഞ് ഒഴുകുന്നു. ഹല്ലേലൂയ. യേശു ഈ ദൈവപുത്രന്മാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ഇറങ്ങിയിരിക്കണേ. യേശു ആദ്യ ഫലമായി എടുക്കപ്പെട്ടെ.
നമ്മൾ യേശുവിനോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ പ്രൊഡക്റ്റിനൊപ്പം എനിക്ക് എത്താൻ പറ്റാത്തത് എന്താ? ഫലം നോക്കി തിരിച്ചറിയാം വൃക്ഷത്തെ. ഈ ഫലം എനിക്ക് വേണം. നിങ്ങളുടെ മോൾ അല്ലെങ്കിൽ മോന് 5 വർഷത്തെ MBBS പഠിക്കാൻ പോയി, നിങ്ങളൊരു കോളേജ് കൊണ്ടേ കോഴ്സൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വന്ന് നിങ്ങൾ അവർക്ക് ആ മോനെ കെട്ടിപ്പിടിച്ചു, ഒരു ഉമ്മയെ കൊടുത്ത് മോനെ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മമ്മിക്ക് സുഖമില്ല, ഒരു പനി. അപ്പൊ പപ്പ പറഞ്ഞു, മോളെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു മമ്മിക്ക്. പപ്പ എനിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് അറിഞ്ഞുകൂടാ പപ്പ. അപ്പൊ നീ 5 വർഷം പഠിച്ചോ? അതൊക്കെ പഠിച്ചു പപ്പ, പക്ഷെ എനിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് അറിഞ്ഞുകൂടാ. ഉടനെ പപ്പ ചിന്തിക്കണം, എന്താ ഇവള് മെഡിക്കൽ കോളേജിൽ തന്നെയല്ലേ പഠിച്ചേ? 5 വർഷം മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും അറിയാൻ പാടില്ലെന്നോ? മനസ്സിലായോ? പപ്പ ചിന്തിക്കാൻ പോണോ, ഒന്നില്ലെങ്കിൽ എന്റെ മോള് പഠിച്ചില്ല, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ശരിയല്ല. ഒന്നില്ലെങ്കിൽ എന്റെ മോള് പഠിച്ചില്ല, അല്ലെങ്കിൽ അവിടുത്തെ പഠിപ്പീര് ശരിയല്ല. ഹല്ലേലൂയ. എവിടെയോ ഒരു കുഴപ്പമുണ്ടല്ലോ. നമുക്ക് ഈ പ്രൊഡക്റ്റ് ആയിട്ട് വിരിയണം. ഈ വചനത്തിൽ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് ആയിട്ട് വിരിയണം. ദൈവം എന്ന് ചോദിച്ചാൽ പാവം ചെയ്യുന്നില്ല, കാരണം അവന് പാവം ചെയ്യാൻ കഴിവില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. എവിടെയാണ് കുഴപ്പമെന്ന് റെക്ടിഫൈ ചെയ്യണം. അതിന് ദൈവത്തിൽ ആശ്രയിച്ച ദൈവം പറഞ്ഞു തരും. ഞാൻ ചെറുപ്പത്തില് വളരെ നോട്ടി പോയായിരുന്നു, വളരെ തല്ലിപ്പൊളിയായിരുന്നു. ഞങ്ങളുടെ ഹോബി, ഞങ്ങൾ കൂട്ടുകാരുണ്ട്, ഞങ്ങളുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടുണ്ടാക്കല്. ഗുണ്ട് പടക്കം ഉണ്ടാക്കല്. അങ്ങനെ ഞങ്ങൾ പടക്കം ഉണ്ടാക്കിയത് വലിയ സൗണ്ടോടൊരു പൊട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തറിയാമോ, ഈ മരുന്നിട്ട്, വെടിമരുന്നിട്ട് അതിൻ്റെ മുകളിൽ ചിരട്ട വെച്ച് കുപ്പിച്ചില്ലൊക്കെ വെച്ച് പൊതിഞ്ഞ് വലിയ ഗുണ്ടാക്കി എടുക്കും, വലിയ പുതിയാക്കി എടുക്കും. എത്രത്തോളം വലുതാണ് അത്രത്തോളം സൗണ്ടാ. എന്നിട്ട് തിരിയിട്ടെടുക്കും. അങ്ങനെ അത് പൊട്ടുമ്പോൾ ഭയങ്കര സൗണ്ട്. അടുത്ത വീട്ടിലെ ചേച്ചിയുടെ പാത്രങ്ങളൊക്കെ കെട്ട താഴെ വീഴും. അപ്പോൾ ആ ചേച്ചി ഒച്ചയെടുക്കും, ആരാണ് അത്? ഞങ്ങൾക്ക് കേൾക്കാൻ വലിയ രസമാണ്. അപ്പൊ ഞങ്ങൾ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഗുണ്ടുണ്ടാക്കി, ഗുണ്ട് പൊട്ടിക്കാൻ വേണ്ടി തിരി കൊടുത്തിട്ടു. ഇപ്പോ ആ തിരിച്ച് പറഞ്ഞ അകത്തേക്ക് കയറി, അകത്ത് ചെന്നു ഇപ്പൊ പൊട്ടുന്നു, ഇങ്ങനെ മാറി നിൽക്കുക, അത് പൊട്ടണില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞു ഞങ്ങൾ ഈ പടക്കം പിറക്കാൻ നടക്കുന്നതുപോലെ ആ പടക്കമൊക്കെ പിറക്കിയെടുത്തു. അത് ആ ഗുണ്ട് അഴിച്ചു. എന്ത് പൊട്ടാത്ത, ഇനി പുതിയ തിരിയിടാം എന്ന് അഴിച്ചഴിച്ച് നോക്കിയപ്പോൾ ഗുണ്ടൊക്കെ ഉണ്ടാക്കി ചിരട്ടയിട്ടു, കുപ്പിച്ചിലിട്ടു, എല്ലാം ഇട്ടു. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, മരുന്നിടാൻ മറന്നുപോയി. അതിനർത്ഥം മരുന്നില്ലാത്ത ഗുണ്ട് പൊട്ടത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എത്രമാത്രം പാവം ചേർന്ന് തീരുമാനം എടുത്താലും പാവം ചെയ്യണതിന് കാര്യം എന്താ? അകത്ത് മരുന്നുള്ളത് കൊണ്ടാ എത്ര തീരുമാനം എടുത്താലും വീണ്ടും പാവം ചെയ്യുന്നേ. മനസ്സിലായോ? എനിക്ക് എന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ തീരുമാനം എടുത്ത് തന്നെയാ ദൈവത്തിന് ഞാൻ പോയെ. പക്ഷെ അവിടെ ചെന്നപ്പോ അധ്യായന്റെ ഒരു വരവ് കണ്ടപ്പോ എന്റെ എല്ലാ കൺട്രോളും പൊട്ടി. മനസ്സിലായോ? അപ്പോ നമ്മുടെ അകത്ത് പാപം ചെയ്യാനുള്ള ശക്തി അകത്ത് കിടക്കുകയാ. മനസ്സിലായോ? അങ്ങനെ പാവം ചെയ്യാനുള്ള അകത്ത് ശക്തി ഇട്ടോണ്ടാ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് ആ തീരുമാനം നടപ്പിലാകാത്തത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാം, അവന് പാവം ചെയ്യുവാൻ കഴിയത്തില്ല, അവന് കഴിവില്ല. ഹല്ലേലൂയ. 7-ാം അധ്യായത്തില് നിങ്ങൾ വ്യസനിക്കണ്ട, ദൈവം പരിഹാരം തന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലായിട്ടാ. 7-ാം അധ്യായം, റോമൻസ് 7-ാം അധ്യായത്തിൽ പൗലോസിന് ഇതേ പ്രശ്നം. പൗലോസ് പറയുകയാണ്, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുക. അയ്യോ, ഞാൻ അരിട്ട മനുഷ്യൻ. അങ്ങനെ നമ്മൾ സീറോ ആകണം. ഞാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ. അല്ല, നമ്മൾ എപ്പോ സീറോ ആകുന്നു അപ്പോ ദൈവം നമ്മൾ ഹീറോ ആകും. മനസ്സിലായോ? 7-ാം അധ്യായത്തിൽ അദ്ദേഹം സുല്ലിട്ടു. മനസ്സിലായോ? വളരെ 8-ാം അധ്യായം തുടങ്ങുകയാണ്. അദ്ദേഹം ഒരു പുതിയ നിയമം കാണുകയാ, കൃപ ഓപ്പറേറ്റ് ചെയ്യുന്ന പുതിയ നിയമം.
അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ കേട്ടു, പിതാവിന്റെ ഭാഗത്ത് നിന്ന് കൃപ ഓപ്പറേറ്റ് ചെയ്യുന്നു, പുത്രന്റെ ഭാഗത്ത് കൃപ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതാ അപ്പൊ അദ്ദേഹം കാണുക പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത് കൃപ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്തെ പാപ സ്വഭാവത്തെ അതിന്റെ വേരോടുകൂടെ പറിച്ചെടുത്ത് കളയോ പരിശുദ്ധാത്മാവിന്റെ ഭാഗത്തുള്ള കൃപ. അദ്ദേഹം ഇതാ ഒരു പുതിയ നിയമം കാണുകയാണ്, പുതിയ നിയമം കാണുകയാണ്. ആത്മാവിന്റെ പ്രമാണം, ആത്മാവിന്റെ പ്രമാണം, ജഡത്തിന്റെ സകല പ്രവൃത്തിയെ തകർത്ത് കളയുന്ന ആത്മാവിന്റെ പ്രമാണം. ഇതിനു മുമ്പ് അദ്ദേഹം കരഞ്ഞത് എങ്ങനെയാ? ഇതാ സ്വർഗം പറയാ, ഇതാ കൃപ ഓപ്പറേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ആൾ അവിടെ ഉണ്ട്, നിന്റെ അകത്തുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിനെ വിടുവിക്കും. ആത്മാവിന്റെ നിയമം. ഇന്ന് സഭ പലരും പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രരാ. ആരാ പറഞ്ഞു? ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യ കുഞ്ഞെ. ന്യായപ്രമാണം നിന്നെ സ്വതന്ത്രമാക്കിയത് ആത്മാവിന്റെ പ്രമാണോ? നീ ആത്മാവിന്റെ പ്രമാണത്തിന് കീഴില. ആത്മാവിന്റെ പ്രമാണം എന്നാന്നറിയാമോ? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ കുഞ്ഞെ, ദൈവം നിനക്ക് എഴുതി തന്ന ലെറ്റർ ഉപയോഗിച്ച് നീ ജീവിക്കുന്നു. ആത്മാവിന്റെ പ്രമാണം എന്ന് വെച്ചാൽ ദൈവം നിനക്ക് എഴുതി തന്ന ലെറ്റർ നിർത്തിയിട്ട് ദൈവം നേരിട്ട് വന്നിട്ട് മോനെ ചെയ്യേ, മോനെ ചെയ്യേ, മോനെ ചെയ്യേ, മോനെ ചെയ്യേ നേരിട്ട് പറയുന്നു. മനസ്സിലായോ? ഗ്ലോറി, ഹല്ലേലൂയ. അതിനാ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ അകത്ത് വന്ന് വസിക്കണേ, അകത്ത് വന്ന് വസിക്കണേ. ഇത് ആത്മാവിന്റെ ദൈവത്തിന് കീഴില്ല. അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലെ 7 സഭകൾക്ക് ദൂരം എഴുതുമ്പോ വചനം വായിക്കുന്നല്ല, ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. ദൈവം നേരിട്ട് സംസാരിക്കുക, ഓരോരുത്തർ നേരിട്ട് സംസാരിക്കുക. മനസ്സിലായോ? പഴയ നിയമത്തിൽ നമ്മൾ ദൈവ വചനം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നു. പുതിയ നിയമത്തിൽ ആത്മാവിനെ കേട്ട് തുടർന്ന് അത് കേട്ട് ചെയ്യാം. പക്ഷെ പുതിയ ആളുകൾ ഒരു കാര്യം ചെയ്യണം, അത് വചനത്തിൽ ഉറപ്പിച്ചോളണം. കാരണം ഡയറക്ഷൻ തെറ്റരുത്. ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിന് പകരം നമ്മുടെ ആത്മാവ് സംസാരിക്കും. അതായത് നമ്മുടെ താല്പര്യങ്ങൾ കയറി വരും ആദ്യം. മനസ്സിലായോ? ആദ്യം നാച്ചുറൽ, പിന്നത്തേത് ആത്മീയം. ആദ്യം വരുന്നത് ജഡികം, പിന്നത്തേത് ആത്മീകം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ താല്പര്യമാണ് പലപ്പോഴും ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം ദൈവം സംസാരിക്കുന്നതായിട്ട് തോന്നും. കാരണം നമ്മളുടെ കാര്യം ആദ്യം വരത്തുള്ളൂ. എപ്പോഴും ദൈവം സംസാരിക്കുന്നത് അറിയാമോ? നീ നിന്നെ സ്വയത്തെ തെറ്റിക്കേ, അപ്പോ ദൈവത്തിന്റെ സ്വരം നന്നായിട്ട് കേൾക്കാൻ പറ്റും. മനസ്സിലായോ? ഗ്ലോറി. ചിലപ്പോൾ പിശാച് സംസാരിക്കും, അത് നമ്മളെ കുളത്തിൽ ചാടിക്കാനോ. അപ്പോൾ പ്രിയരെ, ആത്മീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ആ ബുദ്ധിമുട്ടുള്ളൂ. എന്നാൽ നമ്മൾ ക്രമേണ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പന്റെ സ്വരം മനസ്സിലാക്കാൻ മോന് അല്ലെങ്കിൽ മോക്ക് ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? 50 സ്ത്രീകൾ നിൽക്കുക, 50 സ്ത്രീകൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി നടത്തി വിടുകയാണ്. 50 സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരാൾ നിങ്ങളുടെ അമ്മയുണ്ട്. ഈ നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും. കാരണം അമ്മയുടെ സ്വരം നിങ്ങൾ നിരന്തരം കേൾക്കുന്നതാണ്. മനസ്സിലായോ? അങ്ങനെ ദൈവത്തിന്റെ സ്വരം നിരന്തരം കേൾക്കുക. അന്നു വേണ്ട ആഹാരം ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിലായോ? നമുക്കത് മനസ്സിലാകുവാനായിട്ട് ഇടയാകും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആത്മാവിന്റെ പ്രമാണം നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. റോമൻസ് 8:1-2 വാക്യം ഒന്ന് വായിച്ചിട്ട് ദാസ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, കാരണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് ആത്മാവിന്റെ പ്രമാണം നമുക്ക് ജീവൻ തരുന്നു. ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഏത് പ്രമാണമാണോ എന്നെ സ്വതന്ത്രമാക്കിയത്, ഇനി ഞാൻ ആ പ്രമാണത്തിന് കീഴില്ല. ആത്മാവിന്റെ പ്രമാണമാണ് എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ ഒരു മുതലാളിയുടെ കീഴിൽ അടിമയായിട്ടിരിക്കുക. അപ്പോ ഇതാ പവർഫുൾ ആയിട്ടുള്ള വേറൊരു മുതലാളി വന്ന് എന്നെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. ഇപ്പൊ ഞാൻ പഴയ മുതലാളിയുടെ കീഴിലല്ല, പുതിയ മുതലാളിയുടെ കീഴില. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ആത്മാവിന്റെ പ്രമാണം എന്നെ പാപത്തിനെയും മരണത്തിനെയും പ്രമാണത്തിൽ സ്വതന്ത്രമാക്കി. ഇനി ഞാൻ ഫ്രീ അല്ല, ഞാൻ ആത്മാവിന്റെ കീഴില. ഇനി ആത്മാവ് പറയുന്ന അനുസരിച്ച് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു പേരും കൂടെ ഉണ്ട്, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? അങ്ങനെ ആത്മാവ് അകത്തുണ്ട്.
നമ്മുടെ ജഡത്തിൽ പാപ സ്വഭാവമുണ്ട്. ഇനിയാണ് ഗുസ്തി. മനസ്സിലായോ? നേരത്തെ അയ്യോ എന്നല്ലേ വിളിച്ചേ. അകത്തിപ്പോ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പ്രപഞ്ചം സൃഷ്ടിച്ച ആത്മാവ് അകത്തുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളെ കീഴടക്കുവാൻ പൗലോസും നമ്മളും ബലഹീനരാ. മനസ്സിലായോ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പോഴാണ് ആത്മാവിന്റെ നിയമം വെളിപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി റോമൻസ് 8:13 പറയും ആത്മാവിന്റെ നിയമം വെളിപ്പെടും. 8:13 എന്താ എഴുതിക്കണേ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് കഴിയാത്തതിനെ ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവിന് പറ്റും. മനുഷ്യരെ അസാധ്യം ഇപ്പൊ ആര് ചെയ്തു തരും? ദൈവാത്മാവ് ചെയ്തു തരും. ഇതിന്റെ പേരാ കൃപ. മനസ്സിലായോ? മനുഷ്യരെ അസാധ്യം ദൈവത്തിന്റെ ആത്മാവ് ചെയ്തു തരും. പക്ഷെ അതിന് തൊട്ടുമുമ്പ് എഴുതിക്കണോ? ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പൊ തീരുമാനം ആരുടെയാ? നമ്മുടെ തീരുമാനമാണ്. ആത്മാവിനെ അനുസരിക്കണോ ജഡത്തെ അനുസരിക്കണോ? അപ്പോൾ നമ്മുടെ തീരുമാനം ആത്മാവിനെ അനുസരിക്കണം എന്നാണ്. ജഡപ്രകാരം ജീവിക്കേണ്ട ആത്മാവിനെ അനുസരിക്കണമെന്നാണെങ്കിൽ അതിനുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവ് തരും. മനസ്സിലായോ? ഈ നാളുകളിൽ നമ്മൾ അതിന്റെ കീഴിലാണ്. ദൈവാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. മനുഷ്യരുടെ അസാധ്യം ദൈവം നമുക്ക് സാധ്യമാക്കി തരികയാണ്. ഗ്ലോറി. നിങ്ങൾ ആ 1-2 വാക്യങ്ങൾ നോട്ട് ചെയ്താട്ടെ. ഈ ചിത്രം മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. ലോകമാകുന്ന ജയിലിൽ നിന്ന് നേരെ തീപ്പൊയ്കയിലേക്ക് അടുത്തത്. പക്ഷെ ഈ ഭാഗത്ത് അവിടെ എത്തുന്നതിന് മുമ്പ് യേശു നമ്മളെ വിടുവിച്ചു. Glory to God. Hallelujah. Oh Jesus, I thank you. ഈ വാക്യങ്ങൾ ദേവദാസന്മാർ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പോൾ പിശാച് ഗോലിയാത്തിന്റെ രൂപത്തിൽ ദുരുപദേശങ്ങളിലൂടെയാണ് ദൈവസഭയെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. വായിച്ച് ഹെബ്രായ ലേഖനം 4:16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുന്നു. ശ്രദ്ധിച്ചേ, കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. അതുകൊണ്ട് കരുണ ലഭിക്കാൻ, റിസീവ് ദ മേഴ്സി ഓഫ് ലോർഡ്, ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കാൻ. അതായത് പഴയകാല ജീവിതം, കരുണ നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ഇന്ന് നമുക്ക് ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. അത് ക്ലിയർ ചെയ്യാൻ. എന്നാൽ കൃപ നമ്മളുടെ ഫ്യൂച്ചർ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായം. നമ്മൾ ഒരു തിന്മയിലെ കുറവുകൾ വീണുപോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങ് കരുണ ചെയ്യണമേ, എന്നോട് ക്ഷമിക്കണമേ. നമ്മളിപ്പോ ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിക്കുക. കാരണം എന്താ? എന്റെ പഴയകാല ജീവിതം അങ്ങേക്ക് അനുരൂപമായി അല്ല ഞാൻ ജീവിച്ചേ. എന്നോട് കരുണ തോന്നണമേ, എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ കൃപ നമ്മളെ ഭാവിയിലേക്ക് കൊണ്ടുപോകുവാൻ എംപവർ ചെയ്യുകയാണ്. അവിടെ പറയാ, ഒന്നൊരു വായിച്ചത് ആ ഭാഗം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി, തൽസമയത്ത് സഹായത്തിനുള്ള ഫ്യൂച്ചർ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ. അപ്പോ കൃപ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ സഹായിക്കും. കൃപ നമ്മളെ എംപവർ ചെയ്യും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതാ വരുന്നു കൃപ. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ കഴിയാതെ ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും. അപ്പൊ കരുണ നമ്മുടെ പാസ്റ്റ് ലൈഫിനെ ദൈവത്തെ ക്ലിയർ ചെയ്യുവാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കൃപ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിനെ നമ്മളെ എംപവർ ചെയ്യുവാൻ ദൈവം സഹായിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോ കൃപ ദൈവത്തിന്റെ ഒരു സഹായ ഹസ്തമാണ്. സഹായ ഹസ്തമാണ്. നിങ്ങൾ നോക്കിക്കേ, ജനറലി കൃപ എന്ന് പറഞ്ഞാൽ ഒരു പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് വീണ്ടും ചിന്തിക്കാം. നിങ്ങളുടെ മകൻ, അതായത് നമ്മൾ ചെയ്ത തെറ്റിന് വല്ലതും ആണോ നമ്മൾ ഈ ലോകത്ത് കിടക്കണേ? ലോകം വന്ന് ജയിലിൽ കിടക്കണേ ആണോ? ആര് ചെയ്ത തെറ്റ്? ആദ്യം ചെയ്ത തെറ്റല്ലേ? ഇപ്പോ നിങ്ങളുടെ മകൻ ഒരു തെറ്റ് ചെയ്തു, അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇതാ അവന്റെ തലമുറകളെല്ലാം പെറ്റുവരുന്ന എവിടെയാ? ജയിലില്ല. ആ തലമുറകൾ വല്ലതും ചെയ്തോ? അപ്പൊ പിതാവായ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? എന്റെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നേ. അപ്പോ നിങ്ങൾ ഒരു സഹായഹസ്തം അവരെ നീട്ടുകയാണ്, അവരെ പൂർണ്ണമായി രക്ഷിച്ചെടുക്കാൻ. ഇതാ യഥാർത്ഥത്തിൽ കൃപ. അപ്പൻ ഒരു സഹായഹസ്തം മക്കളെ നേരെ നീട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരെ എല്ലാവരും രക്ഷിച്ച് തിരികെ കൊണ്ടുവരണം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവർ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതാണ് അത്യന്തികമായിട്ട് കൃപ. അതിന് പിതാവ് ഇവരെ, ഈ ആദത്തിന്റെ ഉള്ളിലുണ്ടായ എല്ലാവരെയും, നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിച്ചോളണം. കാരണം ചില ക്വസ്റ്റ്യൻസ് PhD ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾ പഠിക്കണമെങ്കിൽ അത് സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലെ 3.5 വർഷം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ലെവലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരു ചോദ്യം ഇങ്ങനെയാണ് വന്നത്, നിങ്ങൾ അകത്തിട്ട ഉത്തരം ചിലപ്പോൾ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകും. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടരുത്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, മനസ്സിലായോ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമൊക്കെ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ദേവദാസന്മാരുടെ ലെവലിൽ പോലും അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ പല മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ അത് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മുൻ അറിവിൽ നിന്ന് തുടങ്ങാം. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റും, പക്ഷേ അതിനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും കൃപയിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക. അയ്യോ, അവിടെ നിന്ന് തുടങ്ങല്ലേ, അവിടെ തുടങ്ങുന്നതുകൊണ്ടല്ലേ കുഴപ്പം. എന്തുകൊണ്ട് നിനക്ക് ഈ കൃപ കിട്ടി എന്ന് ചിന്തിക്കേ. അതിന് എന്റെ കൂടെ പഠിച്ച ധാരാളം പേരുണ്ട്, എന്റെ കൂടെ ട്രാവൽ ചെയ്ത ധാരാളം പേരുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് കൃപ കിട്ടി, ഇതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് കൃപ കിട്ടി. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക. അതിന് നിങ്ങളുടെ ഒരു പ്രവൃത്തി കാരണവുമല്ല. അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോ എനിക്കങ്ങനെ കൃപ കിട്ടിയേ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കണം, എനിക്ക് കൃപ കിട്ടിയതിന്റെ കാരണം ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം ഗലാത്യർ 1:15 ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, തന്റെ കൃപയാൽ എന്നെ വിളിച്ച ദൈവം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ വിളിച്ചേ? കൃപയാൽ വിളിച്ചു. അപ്പൊ കൃപ ഹെൽപ്പിംഗ് സിസ്റ്റം മാത്രമല്ല, ഇറ്റ്സ് എ കോളിംഗ് സിസ്റ്റം. കൃപ ഒരു വിളിക്കുന്ന രീതി കൂടെയാണ്, അല്ലേ? പിതാവിന്റെ കൃപ ഓപ്പറേറ്റ് ചെയ്യുന്നതുണ്ടോ? കൃപയാൽ വിളിച്ചു. ഹല്ലേലൂയ. അപ്പൊ കൃപയ്ക്ക് മുമ്പ് എന്നാ ഉണ്ട്? ദൈവത്തിന്റെ വിളിയുണ്ട്. അപ്പൊ കൃപയിൽ നിന്ന് തുടങ്ങല്ലേ, അതിനു മുമ്പ് ദൈവത്തിന്റെ വിളിയുണ്ട്. ഇനി ദൈവത്തിന്റെ വിളിക്കിൽ നിന്ന് തുടങ്ങല്ലേ, ദൈവത്തിന്റെ വിളിക്ക് മുമ്പ് വേറൊന്നുണ്ട്. ദൈവത്തിന്റെ മുൻ നിയമനം. ഗ്ലോറി. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. മനസ്സിലായോ? റോമർ 8:28-29 വാങ്ങുന്ന നമ്മൾ വായിക്കുമ്പോ ഇതവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിളിച്ചവരെ നീതീകരിച്ചു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പോ മുൻ നിയമിച്ചവരെ വിളിച്ചു. അപ്പോ വിളിക്ക് മുമ്പ് എന്നാ ഉണ്ട്? മുൻ നിയമനമുണ്ട്. ഇനി മുൻ നിയമനത്തിന് മുമ്പ് വേറൊന്നും കൂടി ഉണ്ട്.
ഫോർ മുന്നറിവ്. ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചവരെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? കൃപയാൽ വിളിച്ചു. അങ്ങനെ കൃപയാൽ വിളിച്ചവർ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. ഇത് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരും. ദൈവം എങ്ങനെ മുന്നേ അറിഞ്ഞു? ഞാൻ ഉണ്ടാക്കി തരികയാ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം എങ്ങനെ മുന്നേ അറിഞ്ഞു? പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടെ? യേശു വന്നത് ആടുകൾ അന്വേഷിച്ചല്ല. തിരുത്തി പറ. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചാ വന്നേ. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചാ വന്നേ. ദൈവ കുടുംബത്തിൽ നിന്ന് കാണാതെ പോയതിനെ അന്വേഷിച്ച യേശു വന്നേ. അപ്പൊ കാണാതെ പോയതിന്റെ ലിസ്റ്റ് കർത്താവിന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഗ്ലോറി, ഹല്ലേലൂയ. കാണാതെ പോയ തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് തന്റെ കുഞ്ഞുങ്ങളാക്കുവാൻ അവരെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലായോ? ഗ്ലോറി. ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ അകത്തേക്ക് ഉണ്ട്, ഇനിയുണ്ട്. അവിടം വരെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, അങ്ങനെ കാണാതെ പോയ ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. എന്നെ തിരഞ്ഞു വന്നതിനായി സ്തോത്രം ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദൈവപുത്രന്മാർക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട വ്യക്തികൾ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? മനസ്സിലാക്കിക്കോളൂ പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ഇന്ന് കോമ്പിനേഷനാണ്. എന്തിന്റെ കോമ്പിനേഷൻ അറിയാമോ? പഴയ സൃഷ്ടിയുടെയും പുതിയ സൃഷ്ടിയുടെയും കോമ്പിനേഷനാ. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? പഴയ സൃഷ്ടിക്ക് പാപം ചെയ്യാൻ നന്നായിട്ട് അറിയാം. ദൈവത്തിന് നമ്മുടെ ആത്മാവിൽ ജനിച്ച പുതിയ സൃഷ്ടിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങൾ ഒന്നാമത്തെ പുസ്തകത്തിലെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി നന്നായിട്ട് പഠിക്കുക. കാരണം അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അത് തന്നെ ഒരു 3 ദിവസത്തെ ക്ലാസ്സാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളോട് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഫാമിലി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അത് 3 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ മനസ്സിലാക്കുക, ഈ കൊല്ലം കൊണ്ടിട്ടേക്കുന്നത് ആരെയാ? ഉൽപ്പത്തി 2:17 പ്രകാരം ശിക്ഷാവിധിയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന ആരെ? പഴയ സൃഷ്ടിയാണോ പുതിയ സൃഷ്ടിയാണോ? പഴയ സൃഷ്ടിയല്ലേ? അവൻ ഇപ്പോഴും അങ്ങനെ തന്നെയില്ലേ? അവന്റെ സോൾ അങ്ങനെ തന്നെയുണ്ട്. അവന്റെ ശരീരം അത് തന്നെയല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ശരീരമല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനസ്സല്ലേ? അപ്പൊ അത് രണ്ടും മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ആകപ്പാടെ വീണ്ടും ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. പുതിയ സൃഷ്ടി സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. ശരീരവും സോളും പഴയ സൃഷ്ടി തന്നെയാ. അപ്പൊ സോളിനും ശരീരത്തിന് നന്നായിട്ട് പാപം ചെയ്യാൻ പറ്റും. അകത്തുള്ള ദൈവപുത്രനെ പാപം ചെയ്യാനും പറ്റത്തില്ല. മനസ്സിലായോ? ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിപ്പോ. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് പിന്നെ ദൈവത്തിന് അങ്ങ് 3 കൂടി അങ്ങ് പുതിയ സൃഷ്ടിയാക്കാൻ പാടില്ല? ഇല്ല, പറ്റത്തില്ല. ജീവിച്ചിരിക്കുന്നവര് വീണ്ടും ജനിക്കാൻ പറ്റുമോ? അങ്കിള് ജീവിച്ചിരിക്കുക വീണ്ടും ജനിക്കാൻ പറ്റുമോ? വേറെ പറ്റുമോ? ജീവിച്ചിരിക്കണമെങ്കിൽ വീണ്ടും ജനിക്കാൻ പറ്റുമോ? പിന്നെ വീണ്ടും ജനിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം മരിക്കണം. മരിച്ചാലേ വീണ്ടും ജനിക്കാൻ പറ്റൂ. ഒരു സിസ്റ്റമാണ്. മരിച്ചാലേ വീണ്ടും ജനിക്കാൻ പറ്റൂ. മരിക്കാതെ വീണ്ടും ജനിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ ആദം മരിച്ചു. നിങ്ങൾ പറഞ്ഞു എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞേ? ആത്മമണ്ഡലത്തിൽ മരിച്ചു. അതുകൊണ്ട് ആദത്തിന്റെ മക്കളെല്ലാം ആത്മമണ്ഡലത്തിൽ ഒരു ഡോർമെന്റ് സിറ്റുവേഷനിൽ കിടക്കുകയാണ്. മനസ്സിലായോ? ദൈവവുമായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ജനനം സംഭവിച്ചപ്പോ
എന്താണോ മരിച്ചത് അവിടെ മാത്രമേ വീണ്ടും ജനനം സംഭവിച്ചു. ആത്മമണ്ഡലത്തിൽ മരിച്ചെങ്കിൽ ആത്മമണ്ഡലത്തിൽ മാത്രം വീണ്ടും ജനനം സംഭവിച്ചു. ഇതാണ് പൗലോസ് ഗലാത്യർ 2:7 പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല യേശു എന്നെ ജീവിക്കുന്നു. ക്രൂശിക്കപ്പെട്ട പാട്ട് മരിച്ചു, ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ കാര്യം പറയുന്നേ. ഇനി ആ ദേവദാസൻ മരണം അവിടെ കൊണ്ട് നിർത്തിയില്ല, വീണ്ടും മരിക്കാൻ തയ്യാറായി. കാരണം മരണത്തിന്റെ വില അദ്ദേഹത്തിന് മനസ്സിലായി. മരിച്ചാലേ വീണ്ടും ജനിക്കത്തുള്ളൂ, മരിച്ചാലേ വീണ്ടും ജനിക്കത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണം ഭയങ്കര ഇഷ്ടമായി. മരണം അത് ഭയങ്കരമായി ഇഷ്ടമായി തീർന്നു. അദ്ദേഹം പറയുക 1 Corinthians 15:30, എനിക്ക് ക്രിസ്തുയേശു നിങ്ങളുടെ പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുകയാ. ഹലോ, അപ്പൊ അങ്ങനെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോട് ഓൾറെഡി മരിച്ചത്, പിന്നെ ഇതിനെ മരിക്കണം വീണ്ടും? അത് എന്റെ സ്പിരിറ്റില്ല, അവിടെ ഞാൻ ജനിച്ചു. ഇപ്പൊ ഞാൻ മരിക്കുന്ന സ്പിരിറ്റിലല്ല, എന്റെ സോളിലാ. ദിവസവും സോളിൽ മരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ദിവസവും ഞാൻ വീണ്ടും ജനിച്ചോണ്ടിരിക്കുക. ഈ വീണ്ടും ജനന അനുഭവം എന്റെ സോളിലേക്ക് വീണ്ടും എല്ലാ ദിവസവും വന്നോണ്ടിരിക്കുക. ഇതിന്റെ പേരാ ആത്മീയ വളർച്ച. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നത് നല്ലതാ, ഉപവസിക്കുന്നത് നല്ലതാ, അതൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും ആത്മീയ വളർച്ചയല്ല. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ദൈവപുത്രൻ, ആത്മാവ് സൃഷ്ടിക്കപ്പെട്ട ദൈവപുത്രൻ നമ്മുടെ സോളിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നതാണ് ആത്മീക വളർച്ച. അല്ല എങ്കിൽ പിതാവായ ദൈവത്തെങ്കിലേക്ക്, ആത്മാക്കളുടെ പിതാവായ ദൈവത്തെങ്കിലേക്ക് ഹൃദയം കൊണ്ട് നാം അടുക്കുന്നതാണ് ആത്മീക വളർച്ച. ആ പൗലോസിന് 2 വർണ്ണം കണ്ടില്ലേ? നിങ്ങള് 2 വർണ്ണം കണ്ടില്ലേ? ഒന്ന്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടോ, ഇനി ഞാനല്ല, ഞാൻ ഫിനിഷ്, ക്രിസ്തു എന്നെ ജീവിക്കുന്നു. 2 അദ്ദേഹം പറയാ 1 Corinthians 15:31 അദ്ദേഹം പറയാ, എനിക്ക് ക്രിസ്തുവിൽ, എനിക്ക് കർത്താവ് യേശു നിങ്ങളുടെ പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. ഈ മരണം പ്രിയ സഹോദരനെ നമ്മൾ സംഭവിക്കണം. അവിടെ കൃപ എന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യമില്ല. കൃപ അത് നമ്മളെ സഹായിക്കും. മനസ്സിലായോ? അല്ല, കൃപ ഇതൊന്നും വിട്ടുപോകാനുള്ള ബൈപ്പാസ് ചെയ്യാനുള്ള സിസ്റ്റം അല്ലത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് നമുക്ക് കഴിയാത്ത നമുക്ക് സാധ്യമാക്കി തരാനാ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ മരണം ദിവസവും സോളിൽ നടക്കുന്നത് കൊണ്ട് ആത്മാവിൽ സംഭവിച്ച വീണ്ടും ജനനം ദിവസവും സോളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പുളിപ്പ് വ്യാപരിക്കുക എന്ന് പറഞ്ഞ്. ദൈവരാജ്യം ഒരു സ്ത്രീ എടുത്ത് 3 പറമാവിൽ 4 അല്ല, 5 അല്ല, 2 അല്ല, എക്സാക്ട്ലി 3 പറമാവിൽ. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞോളൂ. Matthew 13:33 3 പറമാവിൽ ഒളിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഈ പുളിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഭഗവാനെ നിങ്ങൾ രാത്രിയിൽ പുളിപ്പെടുത്ത് വെച്ചിട്ട് പോകും. ഒരല്പമേ ഉള്ളൂ. പക്ഷേ നേരം വെളുത്ത് വന്നു കഴിയുമ്പോൾ പുളിപ്പ് മാവിനെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ടാവും. ശരിയല്ലേ? പുളിപ്പ് മാവിനെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ടാവും. ഇതേപോലെയാ സ്വർഗരാജ്യം. ഗ്ലോറി. സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകത ആത്മാവിൽ അല്പമായിട്ടൊന്ന് ആരംഭിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ ഇതാ പഴയ ആ സൃഷ്ടിയിലുള്ള ആ സോള് ശരീരം അവിടെ കിടക്കുക. ഇത് അകത്തുണ്ടെങ്കിൽ അപ്പം തരുന്ന സ്വർഗരാജ്യത്തിന്റെ വചനം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഈ പുളിപ്പ് വ്യാപരിക്കാൻ തുടങ്ങും. ദിവസം വ്യാപരിക്കാൻ തുടങ്ങും. ദിവസം ഇത് വ്യാപരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോളിലേക്ക് വ്യാപരിക്കാനാണ്. ലോകം നിറഞ്ഞു കിടക്കുന്ന സോളിലേക്കും ഇതാ ലോകത്തിരിക്കുന്ന ശരീരത്തിലേക്ക് ഇത് വ്യാപരിക്കാൻ പോവുക. ഗ്ലോറി, ഹല്ലേലൂയ. Matthew 13:33 വായിച്ച്, ശബ്ദം ഉയർത്തി വായിച്ച്. ഓ ഗ്ലോറി. ഒരു സ്ത്രീ എടുത്ത് 4 പറമാവിലല്ല, 2 പറമാവിലല്ല, 3 പറമാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതെന്താ കണ്ടെന്നറിയാമോ? ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ
ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരും സ്പിരിറ്റ്, സോൾ, ബോഡിയാണ്. 3 സെക്ഷനാണ്. ദൈവരാജ്യം ഒരു വ്യക്തിയുടെ അകത്ത് വളരുന്നത് ആത്മാവിൽ ആദ്യം, തുടർന്ന് സോളിൽ, തുടർന്ന് ശരീരത്തിൽ. അങ്ങനെ 3 മണ്ഡലങ്ങളിലും ദൈവരാജ്യം വളരുവാനായിട്ട് തുടങ്ങും. ഗ്ലോറി. ഇതാണ് ദൈവരാജ്യത്തിന് മനുഷ്യന്റെ അകത്തുള്ള വളർച്ച. എന്നാൽ ദൈവരാജ്യത്തിന് മനുഷ്യന് അകത്ത് മാത്രമല്ല, ദൈവരാജ്യത്തിന് മനുഷ്യന്റെ പുറത്തും വളരും, ലോകത്തിലും വളരും. ആമേൻ, ഹല്ലേലൂയ. ആ ലോകത്തിൽ വളരുന്ന അവസ്ഥ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന ഒരു ബിംബമുണ്ട്. നെബൂഖദ്നേസർ കാണുന്ന സ്വപ്നത്തിൽ ഒരു ബിംബമുണ്ട്. ആ ബിംബം ലോക രാഷ്ട്രങ്ങളെ കാണിക്കുകയാണ്. എന്നാൽ ഇതാ നിലം തൊടാതെ ഒരു കല്ല് വരുന്നു, ആ ബിംബത്തിന്റെ കാലിൽ ഇടിക്കുന്നു. ഇതാ ആദ്യം അത് കല്ലായിരുന്നു, പിന്നെ കല്ലിനൊരു പ്രത്യേകത ഉണ്ട്. കല്ല് വെറും കല്ലല്ല, അത് വളരുന്ന കല്ല. ആ കല്ല് ഇതാ വളരാൻ തുടങ്ങി. ആ കല്ല് വളർന്ന് ഒരു പർവ്വതമായി. വീണ്ടും പർവ്വതം വളരാൻ തുടങ്ങി. പർവ്വതം വളർന്നു, ലോകം മുഴുവൻ നിറഞ്ഞു. കണ്ടോ? അതും മൂന്ന് സ്റ്റെപ്പിൽ വളരുകയാണ്. ആദ്യം കല്ലായിരുന്നു, 2 കല്ല് വളർന്ന് പർവ്വതമായി, വീണ്ടും പർവ്വതം വളർന്ന് ലോകം മുഴുവൻ നിറഞ്ഞു. ഇതാണ് ദൈവരാജ്യം ലോകത്തിലേക്ക് വ്യാപരിക്കുന്ന സിസ്റ്റം. ഏമേ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശു ആകുന്ന ആ കല്ല് വന്ന് ഇടിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. തുടർന്ന് അത് ഇടിച്ചു. ഇന്ന് ഈ ദൈവരാജ്യം ഇന്ന് ലോകത്തിലുണ്ട്. കർത്താവ് പരീശന്മാരെ നോക്കി പറയുകയാണ്, എവിടെയാണ് ദൈവരാജ്യം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുക, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഇന്ന് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണവും പാനീയവും അല്ല, അത് നീതിയും സമാധാനവും ദൈവത്തിന്റെ ആത്മാവിലുള്ള സന്തോഷവുമാ. അത് ഇവിടെ തന്നെയുണ്ട്, നമ്മളോട് കൂടെയുണ്ട്. ദൈവരാജ്യത്തിന്റെ 1ാമത്തെ ഫേസ് ഇന്ന് ലോകത്തിലുണ്ട്. മനസ്സിലായോ? അതാണ് പരിശുദ്ധാത്മാവിന്റെ പറഞ്ഞ തൃത്വത്തിൽ 3 ഭാഗങ്ങളായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം അലങ്കരിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഇന്ന് ദൈവരാജ്യത്തിൽ ജീവിക്കാം ഈ പരിശുദ്ധാത്മാവിലൂടെ. മനസ്സിലായോ? ഗ്ലോറി. എന്നാൽ ഈ ദൈവരാജ്യത്തിന്റെ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ തൃത്വത്തിൽ ഇതാ 2ാമനായ യേശു കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് ചേരുകയാണ്. ഈ പരിശുദ്ധാത്മാവിനോട് വന്ന് ചേരുമ്പോൾ 1000 വർഷ ഭരണകാലയളവിൽ യെരൂശലേം തലസ്ഥാനമാക്കി ഇതാ യേശു ക്രിസ്തു ഈ ലോകം ഭരിക്കാൻ പോവുകയാണ്. ഇതാ ഇതിന്റെ 2ാമത്തെ ഫേസ്. ഗ്ലോറി. 3 സ്റ്റെപ്പിലാണ് മാവ് വളരുന്നത്. 3 പുറം മാവിനാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ 3ാമത്തെ സ്റ്റെപ്പ് ഇതാ യേശുവും പരിശുദ്ധാത്മാവും മാത്രമല്ല, ഇതാ സ്വർഗത്തിലെ പിതാവും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങിയ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഇതാ പിതാവും കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ സ്വർഗം ഇറങ്ങി വരികയാ. പുതിയ യെരൂശലേം ഇറങ്ങി വരികയാ. ഇതാ യേശു നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പേ, അങ്ങയുടെ രാജ്യം വരണമേ, എവിടെ? ഭൂമിയിൽ എങ്ങനെ സ്വർഗത്തിൽ എന്നതുപോലെ. ആ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. 3 സ്റ്റേജിൽ ഇതാ ദൈവരാജ്യം ലോകത്തിൽ വളരുന്നു. 3 സ്റ്റേജിൽ ദൈവരാജ്യം നമ്മുടെ അകത്ത് വളരുന്നു. കല്ല് 3 രീതിയിൽ വളരുന്നു. കല്ല്, പർവ്വതം, ലോകം മുഴുവൻ നിറയുന്നു. ഇന്നത് കല്ലായി നമ്മുടെ അകത്തിരിക്കുകയാ. ഇത് വളരണം, നമ്മുടെ സോളിലേക്ക് വളരണം. കല്ല് പർവ്വതമായി വളരണം. അതിനാണ് ദിവസേന പൗലോസിനെ പോലെ നാം മരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മൾ ഇടുക്ക വഴിയുടെ കർത്താവ് പറഞ്ഞപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചോ എന്താണതെന്ന്? ഗ്ലോറി. ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ചായ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇരുന്ന് തളർന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തെ മനുഷ്യനുള്ള തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇനി പുറത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയിട്ട് വേഗം വരിക, വീണ്ടും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെന്നാട്ടെ. എല്ലാവർക്കും ചായയും സ്നാക്സും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂറൂടെ ഈ ശുശ്രൂഷ തുടരുന്നതായിരിക്കും. 5 മണിക്ക് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും ഈ ഇന്നത്തെ പൽക്കാലത്തെ ശുശ്രൂഷ അവസാനിക്കും. ദയവായി സഹോദരി സഹോദരന്മാർ എഴുന്നേറ്റ് പോയി ആ കൗണ്ടറിൽ നിങ്ങളുടെ ചായ